ജീവിതത്തിൽ മാർഗദർശനം നൽകുവാൻ നമുക്കൊക്കെ ആരെങ്കിലും ഉള്ളത് ഒരുപാട് പ്രയോജനം ചെയ്യും. അത് ഉൾക്കൊള്ളുവാൻ നമുക്ക് താഴ്മ വേണം. നമുക്ക് ബുദ്ധി ഉപദേശിച്ച് നമ്മെ വഴി നടത്തുവാൻ എപ്പോഴും ആരെങ്കിലും ഉള്ളത് നല്ലതാണ്. ഒരു മാർഗദർശി, ഇംഗ്ലീഷിൽ മെൻറ്റർ എന്ന് പറയും. നമ്മുടെ സകല കാര്യങ്ങളും തുറന്നു പറയുവാനും ഉപദേശം തേടുവാനും സഹായകമായ ഒരു വ്യക്തി. ചിലർക്കത് അവരുടെ സഭാ ശുശ്രൂഷകർ ആയിരിക്കാം, വേറെ ചിലർക്ക് ആത്മീയ പക്വത വന്ന ആരെങ്കിലും ആകാം. എന്നാൽ ആവശ്യക്കാരായ നമ്മൾ അതിന് മുൻകൈയെടുത്തവരെ കണ്ടുപിടിക്കണം. യഹൂദയിലെ വളരെ സംഘർഷപൂർവമായ ഒരു കാലയളവിൽ രാജ്യഭാരം ഏറ്റ യോവാശ് രാജാവ്, അവൻ വളരെ പ്രായം കുറഞ്ഞവനായിരുന്നു. എന്നാൽ അവന് മാർഗദർശനം നൽകുവാൻ യഹോയാദാ പുരോഹിതനുണ്ടായിരുന്നു. അങ്ങനെ യഹോയാദാ പുരോഹിതനുണ്ടായിരുന്ന കാലത്ത് യോവാശ് ദൈവത്തിനു വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. 2 ദിനവൃത്താന്തങ്ങൾ 23-ാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമുക്ക് 24 മുതലുള്ള അധ്യായങ്ങൾ പഠിക്കാം. ഭാഗമെടുത്താൽ ഇതൊക്കെ ഓരോരുത്തരുടെ ചരിത്രങ്ങളാണല്ലോ. വളരെ നമുക്ക് പ്രയോജനപ്പെടുന്ന മാതൃകകൾ ഇതിനകത്തുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചാട്ടെ, ശ്രദ്ധിച്ച് പഠിച്ചാട്ടെ. നമുക്ക് ഇന്നത്തെ ഭാഗമെടുക്കാൻ 2 ദിനവൃത്താന്തങ്ങൾ 24. അഥല്യ, ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും മകളായിരുന്ന അഥല്യ തൻ്റെ പേരക്കിടാങ്ങളെ ഒക്കെ കൊന്നൊടുക്കി യഹൂദയിൽ ഭരണം തുടങ്ങി. എന്നാൽ ദൈവം അന്നത്തെ പുരോഹിതനിലൂടെ വളരെ അത്ഭുതകരമാവണ്ണം ഒരു വഴി ഒരുക്കിയിരുന്നു. തന്മൂലം കൊച്ചുകുട്ടിയായ യോവാശ് യഹൂദയുടെ ഭരണമേൽക്കുന്നു. 23-ാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞല്ലോ. 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ യോവാശ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 7 വയസ്സായിരുന്നു. അവൻ 40 സംവത്സരം യെരൂശലേമിൽ വാണു. ബേർശേബക്കാരത്തിയായ അവൻ്റെ അമ്മയ്ക്ക് സിബ്യ എന്ന് പേർ. യോവാശിൻ്റെ ഭരണത്തിൻ്റെ ആദ്യകാലങ്ങളിൽ, അതെ, അവൻ ചെറുപ്പമായിരുന്നപ്പോൾ അവന് ആലോചന നൽകി അവനെ നയിച്ചത് ഈ പുരോഹിതനായിരുന്ന യഹോയാദാ ആയിരുന്നു. ഏതായാലും അവൻ്റെ അമ്മയുടെ പേരിവിടെ പറഞ്ഞിരിക്കുന്നു. അവൾ ഒരു നല്ല സ്ത്രീ ആയിരുന്നിരിക്കണം, അല്ല എങ്കിൽ ഇവൻ ഇപ്രകാരം വളർത്തപ്പെടുമായിരുന്നില്ലല്ലോ. യഹോവയെങ്കിലേക്കുള്ള മടങ്ങി വരവ് അവൾ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് സംഭവിച്ചതാകാം. അവളുടെ വീട് ബേർശേബയിലായിരുന്നു. ബേർശേബ അബ്രഹാമിൻ്റെ പട്ടണം കൂടിയാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. 2-3 വാക്യങ്ങളിൽ യഹോയാദാ പുരോഹിതൻ്റെ ആയുഷ്കാലത്തൊക്കെയും യോവാശ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. യഹോയാദാ അവന് 2 ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു. അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യഹോയാദാ പുരോഹിതൻ പരിശീലിപ്പിച്ചിരുന്ന കാലയളവിൽ യോവാശ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന വളരെ വിചിത്രമായിരിക്കും. അതായത് യഹോയാദാ അവന് 2 ഭാര്യമാരെ വിവാഹം കഴിപ്പിച്ചു എന്ന്. അവൻ 7 വയസ്സുള്ളപ്പോൾ ഇത് സംഭവിച്ചു എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ 40 വർഷം ഭരിച്ചു എന്നോർക്കണം. ഇവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരിക്കുന്നതിനെ ദൈവം ന്യായീകരിക്കുന്നു എന്നാണോ അർത്ഥം? ഒരിക്കലുമല്ല, അത് തെറ്റാണ്. ദൈവം അത് അംഗീകരിച്ചതുകൊണ്ടല്ല ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അക്കാലത്തെ ചുറ്റുപാട് വെച്ച് നോക്കിയാൽ 2 ഭാര്യമാർ എന്നത് വളരെ ചെറിയൊരു സംഖ്യയാകുന്നു, പ്രത്യേകിച്ചും ആ കാലത്തുള്ള ഒരു രാജാവിന്. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, അനന്തരം യോവാശ് യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സുവെച്ചു. യോവാശ് വളർന്നപ്പോൾ യഹോയാദാ വളരെ പ്രായം ചെന്നവനായി. അവൻ മരിക്കുമ്പോൾ അവന് 130 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മറ്റ് പുരോഹിതന്മാരുടെ മേൽ തനിക്കുണ്ടായിരുന്ന നിയന്ത്രണം നഷ്ടപ്പെടുകയും ദേവാലയം യഥാസ്ഥാനപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. യോവാശ് ഒരു ഉണർവിന് നേതൃത്വം നൽകിയെന്ന് പറയുന്നത് അങ്ങനെ ശരിയല്ല, എങ്കിലും അതൊരു ഉണർവായിരുന്നു. അവനാണ് ദേവാലയം അറ്റകുറ്റം തീർക്കുവാൻ പരിപാടിയിട്ടതും സമ്മർദ്ദം ചെലുത്തിയതും എന്ന് കാണുവാൻ സാധിക്കും. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കൂട്ടിവരുത്തി അവരോട്, യഹൂദാ നഗരങ്ങളിലേക്ക് ചെന്ന് നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം ആണ്ടുതോറും അറ്റകുറ്റം പോക്കുവാൻ എല്ലാ ഇസ്രായേലിലും നിന്ന് ദ്രവ്യം ശേഖരിപ്പിൻ.
ഈ കാര്യം വേഗം നിവർത്തിക്കണമെന്ന് കൽപ്പിച്ചു. ലേവ്യരോ അതിന് ബന്ധപ്പെട്ടില്ല. ആകയാൽ രാജാവ് തലവനായി യഹോയാദയെ വിളിപ്പിച്ച് അവനോട്, സാക്ഷ്യകൂടാരത്തിന് യഹോവയുടെ ദാസനായ മോശ കൽപ്പിച്ചിരിക്കുന്ന പിരിവ് യഹൂദയിൽ നിന്നും യെരൂശലേമിൽ നിന്നും കൊണ്ടുവരുവാൻ നീ ലേവ്യരോടും ഇസ്രായേൽ സഭയോടും ആവശ്യപ്പെടാതിരിക്കുന്നത് എന്ത്? ഇവിടെ യോവാശ് വളർന്നപ്പോൾ അവൻ എത്രമാത്രം ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. യഹോയാദ പ്രായം ചെന്നവനായി. പുരോഹിതന്മാർ ശരിയാവണ്ണം സഹകരിക്കാത്ത സ്ഥിതിയെത്തി. അവർ അവരുടെ ജോലിയിൽ നിന്നും വീണുപോയി എന്ന് കാണുവാനായിട്ട് സാധിക്കും. 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്, ദുഷ്ടസ്ത്രീയായ അഥല്യയുടെ പുത്രന്മാർ ദേവാലയം പൊളിച്ചു കളഞ്ഞു. യഹോവയുടെ ആലയത്തിലെ സകല നിവേദിതങ്ങളെയും ബാഗ് വിഗ്രഹങ്ങൾക്ക് കൊടുത്തുവല്ലോ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ദേവാലയത്തിന് എന്ത് സംഭവിച്ചു എന്നും ആരാണ് അതിന് ഉത്തരവാദി എന്നും ഇത് നമ്മോട് പറയുന്നു. ദൈവത്തിൻ്റെ ആലയം ഭയങ്കരമായ വിധത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യോവാശ് കാര്യം സ്വന്തം കയ്യിലെടുക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. 8 മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ അവർ രാജകൽപ്പന പ്രകാരം ഒരു പെട്ടകമുണ്ടാക്കി യഹോവയുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ പുറത്തു വെച്ചു. ദൈവത്തിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിന്മേൽ ചുമത്തിയ പിരിവ് യഹോവയുടെ അടുക്കൽ കൊണ്ടുവരുവാൻ അവർ യഹൂദയിലും യെരൂശലേമിലും പരസ്യം ചെയ്തു. കാര്യം തീരും വരെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർക്ക് ലഭിച്ചു എന്നത്രേ. 10-ാം വാക്യത്തിൽ കാണുന്നത്, സകല പ്രഭുക്കന്മാരും സർവ്വജനവും സന്തോഷിച്ചു. കാര്യം തീരും വരെ അവർ കൊണ്ടുവന്ന് പെട്ടകത്തിലിട്ടു. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ലേവ്യർ പെട്ടകം എടുത്ത് രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്ന സമയം ദ്രവ്യം വളരെ ഉണ്ടെന്ന് കണ്ടാൽ രാജാവിൻ്റെ രായസക്കാരനും മഹാപുരോഹിതൻ്റെ കാര്യസ്ഥനും വന്ന് പെട്ടകം ഒഴിക്കുകയും പിന്നെയും എടുത്ത് അതിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. ഇങ്ങനെ അവർ ദിവസം പ്രതി ചെയ്തു, ബഹുദ്രവ്യം ശേഖരിച്ചു. ലേവ്യർ വെളിയിൽ നടന്ന് പണം പിരിക്കുന്നതിനെ വിശ്വസിക്കുവാൻ യോവാശിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ ഒരു പെട്ടി ദേവാലയത്തിൽ വെച്ചു. അങ്ങനെ ജനങ്ങൾ തങ്ങളുടെ സംഭാവനകൾ അതിലിടുവാൻ പറഞ്ഞു. 12-13 വാക്യങ്ങളിൽ രാജാവ് ഈ പറഞ്ഞതുപോലെ ചെയ്തതിനാൽ ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കുവാൻ സാധിച്ചു എന്ന് കാണുവാൻ സാധിക്കും. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കുവാൻ മാത്രമല്ല, ദേവാലയത്തിലെ പാത്രങ്ങൾ വീണ്ടും ഉണ്ടാക്കുവാനും അവിടെ ക്രമമായ ആരാധന നടത്തുവാനും ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. 15-ാം വാക്യത്തിൽ, യഹോയാദ പുരോഹിതന് കൊട്ടാരത്തിൽ രാജസന്നിധിയിൽ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അവൻ 130 വയസ്സുള്ളവനായി മരിച്ചു എന്ന് കാണുവാൻ സാധിക്കും. തൻ്റെ മരണത്തിൽ രാജകീയ ബഹുമതികൾ യഹോയാദയ്ക്ക് ലഭിച്ചു. അവൻ കാണിച്ചതായിട്ടുള്ള ആ സാമർഥ്യം എത്രമാത്രം പുകഴ്ത്തപ്പെട്ടു എന്നോർക്കണം. യഹോയാദയുടെ മരണത്തിന് ശേഷം ഒരു പുതിയ കാലം ആരംഭിക്കുന്നു. നാം 24-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, 24-ന്റെ 17-18, യഹോയാദ മരിച്ച ശേഷം യഹൂദ പ്രഭുക്കന്മാർ വന്ന് രാജാവിനെ വണങ്ങി. രാജാവ് അവരുടെ വാക്ക് കേട്ടു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയം ഉപേക്ഷിച്ചു, അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സേവിച്ചു. അവരുടെ ഈ കുറ്റം ഹേതുവായിട്ട് യഹൂദയുടെ മേലും യെരൂശലേമിന്മേലും കോപം വന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകും ആരായിരുന്നു യഹൂദയിലെ ഉണർവിന് കാരണക്കാരനെന്ന്. യഹോയാദ ജീവിച്ചിരുന്ന സമയം അത്രയും ഈ അന്യ ആരാധനയിലേക്ക് പോകുവാൻ രാജാവിന് ധൈര്യമുണ്ടായിരുന്നില്ല. യഹോയാദ വളരെ ശക്തമായ ഒരു സ്വാധീനമാണ് യോവാശിൻ്റെ മേൽ ചെലുത്തിയിരുന്നത്. യോവാശ് ഒരു ബാലനായ രാജാവും ഒരുപക്ഷെ എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവനുമായിരുന്നിരിക്കും. ഈ പ്രഭുക്കന്മാർ അവനോട് സൗഹൃദം കാണിച്ചു. എന്നാൽ അവർ പോയി ഇതുപോലെയുള്ള മായയെ ആരാധിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 19-ാം വാക്യത്തിൽ, അവരെ യഹോവയെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവർ അവരോട് സാക്ഷീകരിച്ചു, എങ്കിലും അവർ ചെവി കൊടുത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് യഹോയാദ പുരോഹിതൻ്റെ മകനായ സക്രിയാവിൻ്റെ മേൽ വന്നു. അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത്? നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. നോക്കണേ, തൻ്റെ കരുണയാൽ ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ പ്രവാചകന്മാരെ അവരുടെ ഇടയിലേക്ക് അയച്ചു. എന്നാൽ അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ദൈവം യഹോയാദയുടെ മകനായ ഒരുവനിലൂടെ ഒരു ദൂത് അയക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നത് ഇനി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 21-ാം വാക്യം, എന്നാൽ അവർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിൻ്റെ കൽപ്പന പ്രകാരം യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. ഭയങ്കരമില്ലേ?
ഈ മനുഷ്യനെക്കുറിച്ച് യോവാശിന് തെറ്റായ അറിവ് കൊടുത്തിരിക്കുമെന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അവൻ യഹോയാദയുടെ മകനായിരുന്നു. ഇതുപോലൊരു കാര്യം യോവാശ് ഒരിക്കലും ചെയ്യുവാൻ സാധ്യതയില്ല. നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ പ്രഭുക്കന്മാരുടെ ദുഷിച്ച സ്വാധീനവും അവർ ഏർപ്പെട്ടിരുന്ന മോശമായ പ്രവർത്തനങ്ങളുമാണ് ഇവിടെ കാണുന്നത്. അവർ അവനെ കൊന്നുകളഞ്ഞു. ഇതിനെക്കുറിച്ച് നാം പുതിയ നിയമത്തിലും വായിക്കുന്നുണ്ടല്ലോ. സെക്കറിയാവിനെ അവർ കൊന്നുകളഞ്ഞു. 22-ാം വാക്യത്തിൽ, അങ്ങനെ യോവാശ് രാജാവ് അവൻ്റെ അപ്പനായ യഹോയാദ തനിക്ക് ചെയ്ത ദയ ഓർക്കാതെ അവൻ്റെ മകനെ കൊന്നുകളഞ്ഞു. അവൻ മരിക്കുമ്പോൾ യഹോവ നോക്കി ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഈ കാര്യത്തിന് രാജാവിനോട് പകരം ചെയ്യുവാൻ മരിച്ചുകൊണ്ടിരുന്ന സക്കറിയാവ് ദൈവത്തോട് പറഞ്ഞു. 23-24 വാക്യങ്ങൾ. ആ ആണ്ട് കഴിഞ്ഞപ്പോൾ അരാമ്യ സൈന്യം അവൻ്റെ നേരെ പുറപ്പെട്ടു. അവർ യഹൂദയിലും യെരൂശലേമിലും വന്ന് ജനത്തിൻ്റെ സകല പ്രഭുക്കന്മാരെയും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിച്ച് കൊള്ളയൊക്കെയും ദമ്മശേക്ക് രാജാവിന് കൊടുത്തയച്ചു. അരാമ്യ സൈന്യം ആൾ ചുരുക്കമായിട്ട് വന്നിരുന്നെങ്കിലും യഹോവ അവരുടെ കയ്യിൽ ഏറ്റവും വലിയൊരു സൈന്യത്തെ ഏൽപ്പിച്ചു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചിരുന്നുവല്ലോ. ഇങ്ങനെ യോവാശിനോട് അവർ ന്യായവിധി നടത്തി. യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുന്നു. യോവാശ് ഒരു നല്ല രാജാവായിരുന്നെങ്കിൽ തന്നെയും അവൻ ഈ ഹൃദയശൂന്യമായ കുലപാതകത്തിന് ആജ്ഞ നൽകി. ദൈവം അവനെ ശിക്ഷിച്ചേ മതിയാകും. കാരണം അവൻ രാജാവാണ്. അവന് രാജ്യം മുഴുവൻ ഒരു സ്വാധീനമുണ്ട് താനും. 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യഹോയാദാ പുരോഹിതനെ വളരെയധികം രാജബഹുമതികളോട് അടക്കം ചെയ്തതായിട്ട് വായിക്കുന്നു. എന്നാൽ യോവാശിനെ രാജാക്കന്മാരുടെ കല്ലറകളിൽ പോലും അല്ല അടക്കം ചെയ്തത് എന്ന് കാണുവാൻ സാധിക്കും. എത്ര ഭയങ്കരമല്ലേ! ദൈവം എത്ര നീതിമാനാകുന്നു. 27-ാം വാക്യത്തിൽ കാണുന്നത്, അവൻ്റെ പുത്രന്മാരുടെയും അവന് വിരോധമായുള്ള പ്രവചന ബാഹുല്യത്തിൻ്റെയും ദേവാലയം അറ്റകുറ്റം തീർത്തതിൻ്റെയും വൃത്താന്തം രാജാക്കന്മാരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവൻ്റെ മകനായ അമസ്യാവ് അവന് പകരം രാജാവായി. അങ്ങനെ നാം കാണുന്നത് യോവാശ് യഹോയാദയുടെ സ്വാധീനത്തിലായിരുന്നപ്പോൾ ഒരു ഉണർവിന് നേതൃത്വം നൽകി. എന്നാൽ പുരോഹിതൻ്റെ മരണശേഷം അവൻ വിശ്വാസത്യാഗത്തിലേക്ക് താണുപോയി. ഇനിയും 25-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അമസ്യാവിനെക്കുറിച്ചുള്ള അവൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള കാര്യമാകുന്നു നാം കാണുന്നത്. 1-2 വാക്യങ്ങളിൽ അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യഹോവദ്ദാൻ എന്നു പേർ. അവൾ യെരൂശലേംകാരത്തിയായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാനും. അവൻ സാമാന്യം തരക്കേടില്ലാത്തൊരു രാജാവായിരുന്നു എന്ന് പറയാം. 25-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പിതാവിനെ വധിച്ച ആളുകളെ അമസ്യാവ് കൊന്നുകളയുന്നതായി വായിക്കും. 4-ാം വാക്യത്തിൽ നാം കാണുന്നത് 25-4, എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത്. ഓരോരുത്തൻ താൻ്റെ സ്വന്തം പാപം നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഈ വിഷയത്തിൽ അവൻ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമാകുന്നു. താങ്കളുടെ മാതാപിതാക്കളുടെ പാപം കാരണം താങ്കളെ ശിക്ഷിക്കുകയില്ല. താങ്കളുടെ സ്വന്തം പാപമാകുന്നു താങ്കളെ ശിക്ഷിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഇനിയും മറിച്ച് ചിന്തിക്കുന്നതും നല്ലതാണ്. ഒരുപക്ഷെ താങ്കൾക്ക് വളരെ ഭക്തരായൊരു മാതാവോ പിതാവോ കണ്ടെന്ന് വന്നേക്കാം. എന്നാൽ അങ്ങനെ ഭക്തരായ മാതാപിതാക്കൾ ഉണ്ടെന്ന കാരണത്താൽ മാത്രം താങ്കൾ സ്വർഗത്തിൽ പോവുകയില്ല സുഹൃത്തെ. ക്രിസ്തുവിൽ താങ്കൾക്കുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ സ്വർഗത്തിലെത്തുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രമാണം വളരെ വളരെ ഉന്നതമായ ഒന്നത്രേ. 5-ാം വാക്യത്തിലേക്ക് വന്നേ. എന്നാൽ അമസ്യാവ് യഹൂദയെ കൂട്ടിവരുത്തി എല്ലാ യഹൂദയും ബെന്യാമീനുമായ അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെ പിതൃഭവനമായി നിർത്തി. 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയും എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠ യോദ്ധാക്കൾ 3,00,000 എന്ന് കണ്ടു.
അവൻ യുദ്ധത്തിന് തയ്യാറാകുകയാണ്. അതുമാത്രമല്ല, അവനൊരു സൈന്യത്തെ കടമെടുക്കുക കൂടിയാണ്. ഇസ്രായേലിൽ നിന്നും പരാക്രമശാലികളായ 1,00,000 പടയാളികളെ അവൻ കൂലിക്കെടുത്തു. 7, 8 വാക്യങ്ങളിൽ, എന്നാൽ ഒരു ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ വന്ന്, രാജാവേ, ഇസ്രായേലിൻ്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്. യഹോവ ഇസ്രായേലിനോടുകൂടെ എല്ലാ എഫ്രീമ്യരോടും കൂടെ തന്നെ ഇല്ല. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കുക. അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിൻ്റെ മുൻപിൽ വീഴിച്ചേക്കാം. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഈ ദൈവപുരുഷൻ അമസ്യാവിന് മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ഇതിനു മുൻപുള്ള ആസയുടെയും യഹോശാഫാത്തിൻ്റെയും ഉദാഹരണം അമസ്യാവിനുണ്ട്. ഇസ്രായേലിൽ നിന്നും ആളുകളെ കൂലിക്കെടുക്കുവാൻ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്ന് അമസ്യാവ് അറിയേണ്ടതാണ്. 9 മുതലുള്ള വാക്യങ്ങളിൽ ദൈവപുരുഷൻ അമസ്യാവിനോട് അരുളി ചെയ്തത് അവൻ അനുസരിച്ചു. അവൻ ഇസ്രായേലിൽ നിന്നുള്ള പടയാളികളെ തൻ്റെ സൈന്യത്തിൽ നിന്നും വേർതിരിച്ച് മടക്കി അയച്ചു. തുടർന്ന് ദൈവം അവന് സെയീര്യരുടെ മേൽ ഒരു വലിയ വിജയം നൽകി. ചാവുകടലിൻ്റെ അവിടെയാണ് യുദ്ധം ചെയ്തത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്നുള്ളത് ആശ്ചര്യത്തോട് മാത്രമേ ചിന്തിക്കുവാൻ കഴിയൂ. ഞാനൊന്ന് വായിക്കട്ടെ 14 വാക്യം. എന്നാൽ അമസ്യാവ് എദോമ്യരെ സംഹരിച്ചു മടങ്ങി വന്ന ശേഷം അവൻ സെയീര്യരുടെ മേൽ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുൻപാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. ഭയങ്കരമല്ലേ? എന്നാൽ മനുഷ്യഹൃദയത്തിലെ ദുഷ്ടതയാണ് വാസ്തവത്തിൽ ഇത് വെളിവാക്കുന്നത്. 15, 16 വാക്യങ്ങളിൽ ആഭ്യന്തര കലഹം വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നതായി കാണുവാൻ സാധിക്കും. 17 വാക്യത്തിൽ യുദ്ധത്തിന് വരുവാൻ അവൻ ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയായിരുന്നു. യോവാശ് ഒരു ചെറിയ സാദൃശ്യം പറഞ്ഞ് അമസ്യാവിന് മറുപടി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 18, 19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 18, 19. അതിന് ഇസ്രായേൽ രാജാവായ യോവാശ് യഹൂദ രാജാവായ അമസ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചെന്തെന്നാൽ, ലെബാനോനിലെ മുൾപ്പടർപ്പ് ലെബാനോനിലെ ദേവദാരുവിൻ്റെ അടുക്കൽ ആളയച്ചു. നിന്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരിക എന്ന് പറയിച്ചു. എന്നാൽ ലെബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു എന്ന് മുൾപ്പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു. ഏദോമ്യരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു. വമ്പ് പറയുവാൻ തക്കവണ്ണം നിന്റെ മനസ്സ് നിഗളിച്ചിരിക്കുന്നു. വീട്ടിൽ അടങ്ങി പാർത്തു കൊള്ളുക. നീയും യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന്? ഇവിടെ വേറെ വിധത്തിൽ പറഞ്ഞാൽ, നിനക്ക് വല്ലതുമൊക്കെ ആകുമെന്നൊരു ചിന്തയുണ്ട്. എന്നാൽ വീട്ടിലിരുന്ന് നിന്റെ കാര്യം നോക്കാമെന്നുണ്ടെങ്കിൽ നിനക്ക് കഴിഞ്ഞുകൂടാമെന്നത്രേ ഇവിടെ ഈ യോവാശ് പറയുന്നത്. 20 വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ അമസ്യാവ് കേട്ടില്ല. അവർ ഏദോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു. നോക്കണേ, അമസ്യാവ് ശ്രദ്ധിക്കുവാൻ തയ്യാറല്ല. കാരണം ദൈവം അവനെ ശിക്ഷിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. 23, 24 വാക്യങ്ങളിൽ ഇസ്രായേൽ രാജാവായ യോവാശ് യഹോവാഹാസിൻ്റെ മകനായ യോവാശിൻ്റെ മകനായി യഹൂദ രാജാവായ അമസ്യാവെ ബേത്ത്ശെമേസിൽ വെച്ച് പിടിച്ചു യെരുശലേമിൽ കൊണ്ടുവന്നു. യെരുശലേമിൻ്റെ മതിൽ എഫ്രൈമിൻ്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ ദൈവാലയത്തിൽ ഓബേദ് ഏദോമിൻ്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ച് ശമരിയിലേക്ക് മടങ്ങിപ്പോയി. ഇവിടെ ഇസ്രായേലിന് ഭയങ്കരമായ ഒരു വിജയം നാം കാണുന്നു. അവർ നിസ്സാരമായി യഹൂദയെ തോൽപ്പിച്ചു കളഞ്ഞു. പ്രവാചകൻ്റെ മുന്നറിയിപ്പിൻ്റെ പൂർത്തീകരണമായിരുന്നു അതെന്ന് കാണുവാനായിട്ട് സാധിക്കും. 27, 28 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരുശലേമിൽ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അത് നിമിത്തം അവൻ ലാഖീശിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാഖീശിലേക്ക് അവൻ്റെ പിന്നാലെ ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് യഹൂദയുടെ മൂലനഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അമസ്യാവിൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ മകനായ ഉസിയാവ് രാജാസനത്തിൽ വന്നു. അവനൊരു ബാലനായിരുന്നു എന്ന് വീണ്ടും കാണുവാൻ സാധിക്കും. 26 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ. 3 വാക്യങ്ങൾ. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ട് വന്ന് അവൻ്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. രാജാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലോത്തിന് പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ. ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം
യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യഖല്യ എന്നു പേർ. അവൾ യെരുശലേംകാരത്തിയായിരുന്നു. ഉസിയാവ് ഒരു നല്ല രാജാവായിരുന്നു. എന്നാൽ എടുത്തു പറയത്തക്ക നൽപ്പ് ഉണ്ടായിരുന്നോ എന്ന് മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അവൻ്റെ ഭരണസമയത്ത് ഉണർവ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ സമയത്താണ് യെശയ്യാ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് എന്ന് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു. നാം നേരത്തെ തന്നെ കണ്ടല്ലോ, വടക്കേ രാജ്യത്തിൽ ഒരൊറ്റ നല്ല രാജാവ് പോലും ഉണ്ടായിരുന്നില്ല എന്ന്. തെക്കേ രാജ്യത്ത് ഏതാനും നല്ല രാജാക്കന്മാർ ഉണ്ടായിരുന്നു. അവരിൽ 5 പേരെ ഏറ്റവും നല്ല രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം അവരുടെ ഭരണസമയത്താണ് അവിടെ ഉണർവും നവീകരണവും ഒക്കെ ഉണ്ടായത്. ഉസിയാവിൻ്റെ സമയത്ത് ഉണർവുണ്ടായില്ല എങ്കിലും അവനൊരു നല്ല രാജാവായിരുന്നു. 4ഉം 5ഉം വാക്യങ്ങൾ കാണുന്നത് അവൻ തൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സക്കറിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഉസിയാവിൻ്റെ വിജയങ്ങളെക്കുറിച്ചും നാം വായിക്കുന്നു. 6-ാം വാക്യത്തിൽ അവൻ പുറപ്പെട്ട് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തു. ഗത്തിൻ്റെ മതിലും യപ്നയുടെ മതിലും അസ്തോദിൻ്റെ മതിലും ഇടിച്ചു കളഞ്ഞു. അസ്തോദ് നാട്ടിലും ഫെലിസ്ത്യരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. ഫെലിസ്ത്യരുടെ ഉറപ്പുള്ള പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഗത്ത്. വളരെ പ്രയോജനപ്രദമായ ആ സ്ഥലങ്ങൾ ഉസിയാവ് പിടിച്ചെടുത്തു. അതുകൊണ്ട് മാത്രമായില്ല 8 മുതലുള്ള വാക്യങ്ങൾ താഴ്ത്ത് വായിക്കുമ്പോൾ അവൻ ഒരു കൃഷിപ്രിയനായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, രാജാവായിരുന്നെങ്കിലും അവൻ ഹൃദയത്തിലൊരു കൃഷിക്കാരനായിരുന്നു. അവൻ മുന്തിരിത്തോപ്പുകളും കന്നുകാലികളും ഒക്കെ വളരെയേറെ ഉണ്ടാക്കി. ഇതുപോലെ ചിന്തിക്കുന്നവർ ഇന്ന് ആവശ്യമായിരിക്കുന്നില്ലേ? കൃഷിപ്പണിയോ കന്നുകാലികളോ അതിനെ വളർത്തുകയൊക്കെ ചെയ്യുന്നത് താണ പണിയാകുന്നു എന്ന് ചിന്തിക്കുന്ന അനേകർ ഇന്നുമുണ്ട്. അതുകൊണ്ട് എന്താ, കൃഷിക്ക് അനുയോജ്യമായ ഭൂമി ഒന്നും ചെയ്യാതെ കിടക്കുന്നു. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെയേറെ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് എത്ര അത്യാവശ്യമാണല്ലേ. 11ഉം 12ഉം വാക്യങ്ങളിൽ ഉസിയാവിന് പടയാളികളുടെ ഒരു സൈന്യവും ഉണ്ടായിരുന്നു. അവർ രായസക്കാരനായ യെയിയേലും പ്രമാണിയായ മയേശയാവും എടുത്ത എണ്ണപ്രകാരം ഗണം ഗണമായി രാജാവിൻ്റെ സേനാപതികളിൽ ഒരുവനായ ഹനന്യാവിൻ്റെ കൈക്കീഴെ യുദ്ധത്തിന് പുറപ്പെടും. യുദ്ധവീരന്മാരായ പിതൃഭവന തലവന്മാരുടെ ആകത്തുക 2600. അവരുടെ അധികാരത്തിന് കീഴിൽ ശത്രുക്കളുടെ നേരെ രാജാവിനെ സഹായിപ്പാൻ മഹാവീര്യത്തോടെ യുദ്ധം ചെയ്യുന്നവരായി 3,07,500 പേരുള്ള ഒരു സൈന്യബലം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സമയത്ത് സൈനികമായി തെക്കേ രാജ്യമായ യഹൂദ വളരെ ശക്തമായിരുന്നു. 14ഉം 15ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഉസിയാവ് അവർക്ക് സർവ്വസൈന്യത്തിനും തന്നെ പരിച, കുന്തം, തലക്കോരിക, പിന്നെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രാചീന കാലത്തെ യുദ്ധങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന പല വിധത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ ബലം പ്രയോഗിക്കാതെ തന്നെ എയ്യാവുന്ന അമ്പ് അവർക്കുണ്ടായിരുന്നു. വളരെ ദൂരത്തിലേക്ക് അമ്പ് എയ്ത് വിടാവുന്ന ഒരു സംവിധാനം അവർക്കുണ്ടായിരുന്നു. പുതിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഉസിയാവായിരുന്നു ഉത്തരവാദി. ഇനിയും ഉസിയാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ബലഹീനത പറഞ്ഞിരിക്കുന്നു. അതെ, ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ബലഹീനമായ ഒരു വശം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കങ്ങനെ ചിന്തിച്ച് അതിലങ്ങ് ജീവിക്കാൻ സാധിക്കത്തില്ല. എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ നമ്മിൽ ആർക്കാണെങ്കിലും സംഭവിക്കാവുന്ന വളരെ മോശപ്പെട്ടൊരു സംഗതിയായിരിക്കും വിജയമെന്നുള്ളത്. കാരണം വിജയിച്ചു കഴിയുമ്പോൾ നാം നിഗളത്താൽ നിറയാറുണ്ട്. ഉസിയാവിൻ്റെ വീഴ്ചയുടെ കാരണം അഹങ്കാരമായിരുന്നു. 16-ാം വാക്യം നോക്കിക്കേ. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ ചെന്നു. അതെ, ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാനാണ് അവൻ ചെന്നത്. അതൊരു ശരിയായ സംഗതിയല്ലേ? അല്ല. അവൻ ചെയ്ത ആ കാര്യം അവന് തെറ്റായിരുന്നു. എന്തുകൊണ്ട്? 17ഉം 18ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവൻ്റെ പിന്നാലെ അകത്തിയെന്ന് ഉസിയ രാജാവിനെ തടുത്തു. അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്ര വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നിനക്ക് മാനമായിരിക്കില്ല എന്ന് പറഞ്ഞു. ഈ കാര്യത്തിൽ പുരോഹിതന്മാർക്ക് രാജാവിനെ തടയുവാൻ സാധിക്കുമായിരുന്നു. പുരോഹിതന് മാത്രം പറഞ്ഞിരിക്കുന്ന ഉത്തരവാദിത്വത്തിലേക്ക് കൈ കടത്തുകയായിരുന്നു രാജാവ് ചെയ്തത്. അഹരോൻ്റെ പുത്രന്മാർ ഒഴിച്ച് മറ്റാർക്കും അനുവദിച്ചിട്ടില്ലാത്ത കാര്യത്തിലേക്ക് ഉസിയാവ് കയറുകയായിരുന്നു.
വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനുള്ള അനുവാദം അഹരോൻ്റെ വംശത്തിലുള്ള പുരോഹിതന്മാർക്ക് മാത്രമായിരുന്നു മോശയിലൂടെ ദൈവം നൽകിയത്. സ്വർണ്ണ വിളക്ക് തണ്ടും ധൂപപീഠവും അവിടെയായിരുന്നു. ഏതായാലും ഉടനെ ഉസിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷ വരുന്നു. 19 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. രാജ്യഭാരം ഉസിയാവിൻ്റെ മകൻ എടുക്കേണ്ടി വന്നു. കാരണം പകരുന്ന രോഗം ബാധിച്ചതിനാൽ ഉസിയാവിനെ തൻ്റെ ശേഷിക്കുന്ന ആയുസ് മുഴുവനും പൊതുജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തി. ദൈവത്തിൻ്റെ ശിക്ഷ നോക്കണേ. യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നത് ഉസിയ രാജാവിൻ്റെ മരണത്തോടനുബന്ധിച്ച് യെശയ്യാവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു എന്നാണ്. ഉസിയാവിൻ്റെ ശവസംസ്കാരം ഒരു സന്തോഷ സമയം ആയിരുന്നു എന്ന് ചിന്തിക്കാവുന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നതൊരു ഭയാനകമായ അവസ്ഥ ആയിരിക്കരുത്. തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത്രേ. 23 വാക്യത്തിൽ ഉസിയാവ് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് അവർ രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായി യോഥാം അവന് പകരം രാജാവായി. ഉസിയാവ് ചെയ്ത നല്ല കാര്യവും പറഞ്ഞിട്ടുണ്ട്. അവൻ ചെയ്തത് തെറ്റിപ്പോയ ആ സ്ഥിതിയും പറഞ്ഞിട്ടുണ്ട്. ദൈവം തൻ്റെ വചനത്തിൽ ആരെയും മറയ്ക്കുവാനും രക്ഷിക്കുവാനും അല്ല ശ്രമിക്കുന്നത്, പിന്നെയോ തങ്ങളായിരിക്കുന്നത് പോലെ എടുത്തു കാണിപ്പാൻ. നിങ്ങളായിരിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ തുറന്ന് കാട്ടിയാൽ അത് നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടും? ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുവാൻ കാണിച്ച താല്പര്യത്തിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ പഠനങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാൻ അവരോട് ഇതേക്കുറിച്ച് പറയുകയും ചെയ്താട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം നിങ്ങളോട് കൂടിയിരിക്കട്ടെ.